ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നാപക യോഹന്നാൻ എന്ന വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 11 അധ്യായം 11 സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ഇന്ന് നാം ദൈവത്തിന്റെ പരിശുദ്ധദാസനായ യോഹന്നാൻ സ്നാപകനെ കാണാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പുരോഹിതനായ സെഖര്യാവ് എന്നായിരുന്നു. അമ്മയുടെ പേര് എലിസബത്ത് എന്നായിരുന്നു. ഇരുവരും പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. യേശുവിന്റെ അമ്മയും യോഹന്നാൻ സ്നാപകന്റെ അമ്മയും ബന്ധുക്കളായിരുന്നു. ഒരു ദൂതൻ അദ്ദേഹത്തിന്റെ ജനനം പ്രവചിച്ചു. ജനന ദിവസം മുതൽ അദ്ദേഹം നാസിർ വ്രതം പ്രകാരം സമർപ്പിക്കപ്പെട്ടു. വളർന്നതിന് ശേഷം അദ്ദേഹം മരുഭൂമിയിൽ താമസിച്ചു. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും കഴിച്ചു. വസ്ത്രത്തിലും ഭക്ഷണത്തിലും അച്ചടക്കവും സമർപ്പണവും ഉണ്ടായിരുന്നു. ലോകത്തിലെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സുമുഖമായി ജീവിക്കാൻ പരിശ്രമിച്ചില്ല. പകരം അദ്ദേഹത്തിന്റെ ജീവിതം ലാളിത്യവും വിനയവും പ്രകടിപ്പിച്ചു. അദ്ദേഹം ലോകവുമായി പൊരുത്തപ്പെടുകയോ ആളുകളെ തൃപ്തിപ്പെടുത്താൻ സേവിക്കുകയോ ചെയ്തില്ല. യേശുവിനേക്കാൾ 6 മാസം പ്രായക്കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും അവൻ എപ്പോഴും യേശുവിനെ ഉയർത്തുകയും അവന് സാക്ഷ്യം വഹിക്കുകയും ആളുകളെ അവനിലേക്ക് നയിക്കുകയും ചെയ്തു. അവൻ വളരണം, ഞാൻ കുറയണം. ഇത് യോഹന്നാൻ 3 അധ്യായം 30 കാണപ്പെടുന്നു. ഇതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ ജീവിത ലക്ഷ്യം. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവപുത്രനാണെന്നും ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നും അവൻ സാക്ഷ്യപ്പെടുത്തി. ഇത് യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 29 കാണപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിലും എപ്പോഴും യേശുവിനെ ഉയർത്തുക. യോഹന്നാൻ സ്നാപകനെ പോലെ നിങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ നാമം ഉയർത്തുക. ഇതിനേക്കാൾ വലിയ അനുഗ്രഹമില്ല. ആളുകൾ യോഹന്നാന്റെ അടുക്കൽ വന്ന് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ ഒരു മഹാനായ പ്രവാചകനായി മഹത്വപ്പെടുത്തുകയോ ഒരു ശുശ്രൂഷകനായി സ്വയം ഉയർത്തുകയോ ചെയ്തില്ല. തന്റെ പദവിയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ വിളിയെക്കുറിച്ചോ അവൻ പ്രശംസിച്ചില്ല. പകരം അവൻ പറഞ്ഞു, കർത്താവിന്റെ വഴി നേരെ ആക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇത് യോഹന്നാൻ 1 അധ്യായം 23 കാണപ്പെടുന്നു. എന്തോരു വിനയം അല്ലേ! ദൈവം അവനെ ഏൽപ്പിച്ച ഒരു പ്രത്യേക പ്രവൃത്തി യോഹന്നാൻ ഉണ്ടായിരുന്നു. ആളുകളെ സ്നാനപ്പെടുത്തുക എന്നത്. യോർദാൻ നദിയിൽ മാനസാന്തരത്തിനും പാപമോചനത്തിനുമായി അവൻ അവരെ സ്നാനപ്പെടുത്തി. ആ ഒരു വിളിയിൽ അവൻ വിശ്വസ്തനും അചഞ്ചലനുമായി തുടർന്നു. അതുകൊണ്ട് ദൈവപുത്രനായ യേശുക്രിസ്തു പോലും യോഹന്നാന്റെ കൈകളിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ തന്നെ താഴ്ത്തി. താഴ്മയുള്ളവരെ മാത്രമേ യഹോവ ഉയർത്തുകയുള്ളൂ. നിങ്ങൾ ദൈവത്തിന്റെയും അവന്റെ ദാസന്മാരുടെയും മുൻപാകെ യഥാർത്ഥ താഴ്മയോടെ നിന്നാൽ തീർച്ചയായും കർത്താവ് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. നമുക്ക് കർത്താവിൽ മാത്രം പ്രശംസിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 3 അധ്യായം 1-2 വാക്യങ്ങൾ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ യഹൂദിയയിലെ മരുഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ട് വന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 18-19 അധ്യായങ്ങൾ, വൈകുന്നേരം 2 തീമോഥെയോസ് 3 അധ്യായം. ആമേൻ.